മഞ്ചേരി മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ ലോങ് മാർച്ച്. മഞ്ചേരി മുതൽ മലപ്പുറം വരെ കാൽനടയായിട്ടാണ് മാർച്ച്. വിവരങ്ങളുമായി അഷ്കർ അലി മാർച്ചിനോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. അഷ്കർ അലി, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. വീണ്ടും നമ്മൾ ലീഗിന്റെ ഒരു വാർത്തയിലേക്കാണ്. ലോങ് മാർച്ചാണ്. ലോങ് ആണോ മാർച്ച്? അനുഗ്രഹിച്ചാലും നിങ്ങളും ഈ സമരത്തിൽ തീർച്ചയായും വലിയ ലോങ് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മഞ്ചേരി മുതൽ മലപ്പുറം വരെ കാൽനടയായിട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മാർച്ച് നടക്കുന്നത്. പ്രത്യേകിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിനെ രക്ഷിക്കുക, ജനറൽ ആശുപത്രി വിപുലീകരിക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചാണ് അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA അതുപോലെ തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM ഇസ്ലാമിന്റെ നേതൃത്വത്തിലൊക്കെ ഇപ്പോൾ മാർച്ച് നടക്കുന്നത്. നമുക്ക് MLA എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു മാർച്ചിലേക്ക് വരാൻ കാരണം? ഒരു മെഡിക്കൽ കോളേജിന്റെ ഒരു സൗകര്യവും മഞ്ചേരിയിലില്ല. ഇവിടെ വരുന്ന രോഗികളടക്കം റെഫർ ചെയ്യാണ് കോഴിക്കോട്ടേക്ക്. അപ്പൊ ആ ഒരു മെഡിക്കൽ കോളേജിന്റെ സൗകര്യം ഇവിടെ ജനങ്ങൾക്ക് കിട്ടണം. അത് കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ജനറൽ ആശുപത്രി അത് കൂടുതൽ സൗകര്യപ്പെടുത്തണം. ഈ രണ്ട് പ്രധാനപ്പെട്ട ആവശ്യം അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. മഞ്ചേരി മുതൽ മലപ്പുറം വരെ കാൽനടയായിട്ടാണ്. മഞ്ചേരി മുതൽ മലപ്പുറം വരെ കാൽനടയായിട്ട് 17 കിലോമീറ്റർ. രാവിലെ 7:30 മണിക്ക് ഞങ്ങൾ തുടങ്ങി, 11 മണിക്ക് അവിടെ എത്തും. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM ഇസ്ലാം സാഹിബുണ്ട്. ഇപ്പോൾ നേരത്തെ തന്നെ പലതവണ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ വിഷയങ്ങൾ വന്നതാണല്ലോ, എന്നിട്ട് പോലും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രക്ഷോഭമായി രംഗത്ത് വരികയാണ്. 2013 UDF ഗവൺമെന്റാണ് ഈ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. അതിനുശേഷം നല്ല പുരോഗതി ഉണ്ടായിരുന്നു. 14-ൽ 10 കോടി രൂപ അനുവദിച്ചു. പക്ഷെ 2016 ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്ന ശേഷം ഈ മെഡിക്കൽ കോളേജിനെ കൊല്ലുകയാണ്. ഒരു വികസനവും നടക്കുന്നില്ല. ആവശ്യമായ സ്റ്റാഫില്ല, മരുന്നില്ല. ഒരു മെഡിക്കൽ കോളേജിന് പോയിട്ട് സാധാരണ ആശുപത്രിയുടെ സൗകര്യം പോലെ ഇവിടെ ഇല്ല. നിരവധി തവണ ഇത് പറഞ്ഞു, അസംബ്ലിയിൽ പറഞ്ഞു, ഒരു പരിഹാരമില്ല. അതുകൊണ്ടാണ് പ്രകടമായ പ്രതിഷേധങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നത്. പ്രക്ഷോഭങ്ങൾ ഇനിയും തുടരും, ഒരു സംശയമില്ല, നിരന്തരം തുടരും. പരിഹാരം കാണുന്നത് വരെ മുസ്ലിം ലീഗ് ഇതിന്റെ കൂടെ ഉണ്ടാവും. എന്തായാലും വലിയ പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നത്. 100 കണക്കിന് ആളുകൾ, ഇല്ലെങ്കിൽ വലിയൊരു മുസ്ലിം ലീഗിന്റെ ശക്തി പ്രകടനം എന്ന് തന്നെ പറയേണ്ടി വരും. 100 കണക്കിന് ആളുകളെ അണിനിർത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നിരവധി സ്ത്രീകളടക്കമുള്ളവരുടെ വലിയൊരു ജനപങ്കാളിത്തം ഈ മാർച്ചിലുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടി വരും. അത്രയും വലിയൊരു ആൾക്കൂട്ടത്തെയാണ് ഇപ്പോൾ മഞ്ചേരി മുതൽ മലപ്പുറം വരെ ഏകദേശം 15 കിലോമീറ്ററോളം ദൂരത്തോളം ഇത്തരത്തിൽ കാൽനടയായി സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് തീർച്ചയായിട്ടും മഞ്ചേരി ആശുപത്രിയെ മെഡിക്കൽ കോളേജിന്റെ നിലവാരത്തിലേക്ക് പേരിന് മാത്രം പോരാ, സൗകര്യങ്ങളുടെ കാര്യത്തിലും ഉയർത്തണം എന്നുള്ളതാണ് ലീഗിന്റെ ഈ മാർച്ചിന്റെ ഉദ്ദേശം.